إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബിന്റെ, സൃഷ്ടാവിന്റെ സാമീപ്യം കൊതിക്കാത്തവരായിക്കൊണ്ടുണ്ടാവില്ല. എല്ലാ മനുഷ്യന്മാരും തന്നെ സൃഷ്ടിച്ച, തന്നെ പരിപാലിക്കുന്ന, തന്നെ സഹായിക്കാൻ കഴിവുള്ള, തന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു റബ്ബിന്റെ സാമീപ്യം, ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് നൽകുന്ന, എന്ത് പ്രയാസത്തിൽപ്പെട്ട് കഴിഞ്ഞാലും എന്നെ സഹായിക്കുന്ന ഒരു റബ്ബ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കും. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് ഏറെ അടുത്തവനാണ്. നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അവനാണ്. നാം പറയുന്ന ഓരോ വാക്കും, നമ്മുടെ നോട്ടവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും നെഞ്ചിലുള്ളത് ഒളിപ്പിച്ചു വെക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ഒരു വിശേഷണമാണ്. എല്ലാ സൃഷ്ടികളെക്കുറിച്ചും അവൻ ഇതുപോലെ അറിയുന്നുണ്ട്. എല്ലാവരും അവന്റെ നിയന്ത്രണത്തിലാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് നിയന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് നാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവന്റെ കഴുത്തിലുള്ള കണ്ടനാടിയേക്കാൾ നമ്മോട് അടുത്തിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അത്രയും നമ്മെ അറിയുന്നവനാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊക്കെ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന റബ്ബിന്റെ ഒരു സാമീപ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറെ പ്രിയപ്പെട്ട, അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്ന റബ്ബിന്റെ സാമീപ്യവും മഅയ്യത്തുൻ ഖാസ്സ ലിൽ മുഅ്മിനീൻ എന്ന് പറയാം. വിശ്വാസികൾക്ക് പ്രത്യേകമായുള്ള റബ്ബിന്റെ ഒരു മഅയ്യത്ത്. മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളൊക്കെ ഏറെ കേട്ട ചരിത്രമാണ്. ബനൂ ഇസ്രായേലരുമായിക്കൊണ്ട് അദ്ദേഹം ഫിറഔനിന്റെ അടുക്കൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഫിറഔന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതാണ്. അങ്ങനെ ചെങ്കടലിന്റെ മുമ്പിൽ എത്തുന്നുണ്ട് അവര്. മുമ്പിൽ കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരുമുണ്ട്. ഫലമ്മ തറോ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഇരു സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, പിറകില് ഫിറഔനിന്റെ സൈന്യത്തെ കണ്ടപ്പോ മൂസ അലൈഹി സ്വലാമയുടെ കൂടെയുള്ളവർ പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ടല്ലോ മൂസ, കഴിഞ്ഞല്ലോ, നമ്മുടെ കഥ കഴിഞ്ഞല്ലോ എന്ന് അവര് മൂസ അലൈഹി സ്വലാമയോട് പറയാണ്. ഇനി എന്താ നടക്കുക എന്ന് നമുക്ക് ചരിത്രം അറിയാം, നമ്മളത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നൂല. പക്ഷെ മൂസ അലൈഹി സ്വലാം അവർക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ഇനി കടലിൽ പിളരും, ഞങ്ങൾ അതിലൂടെ കടന്നു പോകും, പിറകിൽ വരുന്ന ഫിറഔനും സൈന്യവും അതിൽ മുങ്ങി മരിക്കും എന്ന് മൂസ അലൈഹി സ്വലാമക്ക് അറിയില്ല. അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു കാര്യം, റബ്ബ് സഹായിക്കുമെന്ന് മാത്രം. കാരണം റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് ബനൂ ഇസ്രായേലരെയും കൊണ്ട് അവിടുന്ന് നാട് വിട്ടു പോകുന്നത്, അവരെ രക്ഷപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല കല്ലാ, ഇല്ല, നമ്മൾ പിടിക്കപ്പെടൂല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് നൽകുന്ന പ്രത്യേക തൗഫീഖാണ്, ഭാഗ്യമാണ്. ആരുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്, അവർക്ക് അവന്റെ സഹായം ലഭിക്കും, അവനിൽ നിന്നുള്ള ശക്തി ലഭിക്കും, രക്ഷ ലഭിക്കും. അവൻ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവർക്ക് ലഭിക്കും. എന്താണ് മഹബ്ബത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് അറിയിപ്പ് നൽകുകയാണ്. അല്ലാഹു പറയാണ്, ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി അത് ഞാനായിത്തീരും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച അതും ഞാനാകും. വയദഹു അല്ലദീ യബ്തിഷു ബിഹി വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ പിടിക്കുന്ന അവന്റെ കരങ്ങളും അവൻ നടക്കുന്ന അവന്റെ കാലുകളും ഞാനായിത്തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വഇൻ സഅലനി ലഉഅതിയന്നഹ്, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവൻക്ക് നൽകും. ലഉഅതിയന്നഹ്, അറബി ഭാഷയിലുള്ള ആ ഭാഷ പഠിച്ചവർക്കറിയാം, എന്തായാലും നൽകുന്ന. ലഉഅതിയന്നഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉഅതിയന്നഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നൽകും. അവൻ ചോദിച്ചാൽ ഞാൻ അത് നൽകും. വഇൻ ഇസ്തഅദനി, അവൻ എന്നോട് രക്ഷ തേടിക്കഴിഞ്ഞാൽ, അഭയം തേടിക്കഴിഞ്ഞാൽ, ഞാൻ അവൻക്ക് രക്ഷ നൽകും, അവനെ രക്ഷിക്കും. അവൻ പ്രയാസത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയം നൽകും.
ഒരു ഹറാമ് ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്, ഒരു ഹറാമ് കേൾക്കാൻ അവസരം ലഭിക്കുകയാണ്. ഒന്നെങ്കിൽ അത് ചെയ്യാം, അത് ചെയ്യാതിരിക്കാം. നമ്മുടെ മനസ്സ് മന്ത്രിക്കും ചെയ്യണം. ആ സമയത്ത് അത് ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതാണ് ഈ ഹദീസ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹാ, അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും. അള്ളാഹുവിന്റെ തൃപ്തിയുള്ളതേ നമ്മൾ കേൾക്കുള്ളൂ. അവൻ കാണുന്ന കാഴ്ച ഞാനായിത്തീരും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മൾ കാണുകയുള്ളൂ. ഒരു ഹറാമിന് അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിന് കീഴ്പ്പെട്ട് കൊടുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. ഹറാമായി സമ്പാദിക്കാൻ ആരും അറിയില്ല. ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്ന് അത്രയും ഉറപ്പുള്ള എന്തെങ്കിലും ഒരു മാർഗം ലഭിക്കുകയാണ് ഹറാമായി സമ്പാദിക്കാൻ. പക്ഷേ ആ സമയത്ത് പോലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുക. അതിനൊരു മനസ്സ് തോന്നണമല്ലോ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ. ഒരു നന്മ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ എല്ലാവരും സ്വതക്ക കൊടുക്കുന്നുണ്ട്, എന്റെ അടുക്കലും കാശുണ്ട്, അത് കൊടുക്കാൻ തോന്നണ്ടേ? എല്ലാവരും അയാളെ സഹായിക്കുന്നുണ്ട്, എനിക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് മനസ്സ് തോന്നണ്ടേ? അതാണ് പറഞ്ഞത്. ഈ ഹദീസിന്റെ ഉള്ളടക്കം അതാണ്. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള മനസ്സ് ലഭിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പിന്നെ റബ്ബിന്റെ തൃപ്തിക്ക് അനുസരിച്ച് നമ്മുടെ ശരീരം ചലിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ അത് ലഭിക്കാൻ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവാൻ, എല്ലാറ്റിലും നമുക്കൊരു മാർഗദർശിയായിക്കൊണ്ട് നമുക്ക് ഹിദായത്ത് നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത്രയൊക്കെ പ്രതിഫലമുള്ള ഈ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളത് അതായിരിക്കണമല്ലോ നമ്മുടെ പരിശ്രമം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒന്നാമത്തത് ഈമാനാണ്. നല്ല ഈമാനുള്ളവരായി തീരുക. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈമാനുള്ളവരുടെ, മുഅ്മിനീങ്ങളുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈമാൻ കൂടും കുറയും. ചിലർക്ക് നല്ല ഈമാൻ ഉണ്ടാവും, ചിലർക്ക് അത്ര തന്നെ ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉറച്ച വിശ്വാസം ഉണ്ടാവുക, അള്ളാഹുവിൽ ശക്തമായ വിശ്വാസം ഉണ്ടാവുക, റബ്ബിനെ കുറിച്ച് നന്നായി അറിയുക, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ബോധ്യം മനസ്സിൽ ഉറക്കുക. ഏത് സമയത്തും റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവൻ തക്കതായ പ്രതിഫലം നൽകും എന്ന ബോധ്യം മനസ്സിൽ ഉറക്കുക. അതാണ് ഈമാൻ ഉറക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നന്നായി അറിയണം. നമുക്കറിയാം, റബ്ബിനെ നന്നായി അറിയുന്നവനും അറിയാത്തവനും അത് രണ്ടാണ്. ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവും? ഇല്ല, സമമാവില്ല. അതുകൊണ്ട് തന്നെ നല്ല ഈമാനുള്ളവരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവും. ഈമാൻ കുറയും തോറും ആ ഒരു സാമീപ്യം നമ്മിൽ നിന്ന് അകലുന്നത് നമുക്ക് കാണാം. നമുക്ക് ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടും. ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളെ ധിക്കരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ബോധ്യപ്പെടും, റബ്ബ് എന്നിൽ നിന്ന് അകലുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് റബ്ബ് ഉത്തരം നൽകുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അതാണ് ഒന്നാമതായി വേണ്ടത്, ഈമാനാണ്. ഉറച്ച ഈമാനുള്ളവരായി നമ്മൾ മാറുക. പ്രവാചകന്റെ ഹിജ്റയുടെ ചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, പിറകെ മുശ്രിക്കീങ്ങളുണ്ട്. സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാതെ ഭയപ്പെടുകയാണ്. പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറന, മുശ്രിക്കീങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തന്റെ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നബിയെ നമ്മളെ കാണുമല്ലോ. ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്, ഗുഹക്ക് മുകളിൽ ശത്രുക്കളുണ്ട്, അവരൊന്ന് ഒരാൾ തന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയുണ്ട്, മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ,
അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി അബൂബക്കർ നീ എന്താ വിചാരിക്കുന്നത്, നീ എന്താ കരുതുന്നത്? മൂന്നാമനായുള്ളത് റബ്ബാണ്, അള്ളാഹു സാലിസുഹുമ. റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് ഹിജ്റ പോകുന്നത്, റബ്ബ് സഹായിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാ അബൂബക്കറെ പേടിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയാണ്, അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഈ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവളോൻ ആമുഖത്തിൽ ഓതി, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്, പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ. അവർ രണ്ടുപേരെയും സത്യനിഷേധികൾ ഖുറൈശികള് മക്കത്ത് നിന്ന് പുറത്താക്കിയ സന്ദർഭം. ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവർ രണ്ടുപേരും ഗുഹയിലാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സ്വാഹിബ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ നീ ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സക്കീനത. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കി കൊടുക്കുകയാണ്. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തി നൽകുകയാണ്. റബ്ബിന്റെ സൈന്യം നമ്മുടെ കൂടെ ഉണ്ടാവും, മലക്കുകൾ ഉണ്ടാവും നമുക്ക് സംരക്ഷണത്തിന്. റബ്ബിനെ സൂക്ഷിച്ച് റബ്ബിന്റെ സാമീപ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ദുനിയാവിൽ കിട്ടുന്ന സൗഭാഗ്യം. ഈ സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ പാരത്രിക ജീവിതത്തിന് ഉപകരിക്കുന്നതുമാണ്. കാരണം തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മയിൽ മുന്നേറാൻ സഹായിക്കുന്ന കാര്യമാണ് റബ്ബിന്റെ സാമീപ്യം ലഭിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം ലഭിക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം, മഅയ്യത്ത് ലഭിക്കാൻ വേണ്ട കാര്യങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, നല്ല ഈമാനുള്ളവരാവുക, റബ്ബിനെ നന്നായി അറിയുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നായി പരിഗണിക്കും, നമ്മുടെ കാര്യങ്ങളിൽ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. മറ്റൊന്ന് തഖ്വയാണ്, ഈമാൻ. രണ്ടാമത്തത് തഖ്വ. നാം അടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുക, അതാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ, വിധികളും വിലക്കുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുക. തിന്മയാണോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് തഖ്വ. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഭയഭക്തി കാണിക്കുക. മുൻഗാമികൾ തഖ്വയെ നിർവചിച്ചത് കാണാം. അൻ തഅമല ബിത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിൽ നിന്നുള്ള നൂറ്, ഈ ഖുർആനും ഈ ദീനും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. വഅൻ തത്റക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട്, നരക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചു തന്ന ഈ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു വിലക്കിയ തിന്മകൾ, അത് ചെറുതാകട്ടെ, എത്ര ചെറുതായതാവട്ടെ, നിസാരമായതാകട്ടെ, വലുതാകട്ടെ, വൻപാപമാകട്ടെ, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക, അതാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അറിയണേ, നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരുടെ കൂടെയാണ്. അതൊരു അറിവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നതാണ്.
അത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്? അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയുണ്ട്. ഇതിനർത്ഥം ദുനിയാവിലുള്ള എല്ലാം നമുക്ക് കിട്ടുന്നല്ല. നമുക്ക് ഖൈറായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈർ ഏതാണോ, നല്ലത് ഏതാണോ, അത് റബ്ബ് നമുക്ക് നൽകും. ചിലപ്പോൾ നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ദുനിയാവിൽ അങ്ങനെ ആവണം, അതൊക്കെ നേടണം, സമ്പാദിക്കണം, ഇന്ന രൂപത്തിലുള്ള കുടുംബമൊക്കെ ലഭിക്കണം, ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒന്നും ചിലപ്പോൾ നടന്നോളണമെന്നില്ല. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം നിനക്കതല്ല ഖൈർ. നമുക്ക് ഖൈർ കിട്ടും. ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ഈ ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ ഏതാണോ നിനക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് തഖ്വയുണ്ടായി കഴിഞ്ഞാൽ, റബ്ബിന്റെ സാമീപ്യം നമുക്ക് കിട്ടിയാൽ ലഭിക്കുന്ന മറ്റൊരു ഗുണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കും നമ്മൾ അതിജയിക്കാൻ കഴിയില്ല. ചരിത്രത്തിൽ കാണാം, ദാവൂദ് നബി അലൈഹി സ്വലാമിയുടെ ചരിത്രത്തിൽ താലൂത്തും ജാലൂത്തും തമ്മിലുള്ള യുദ്ധം. അവിടെ ശത്രു സൈന്യം വലിയ സൈന്യമാണ്, വിശ്വാസികൾ വളരെ ചുരുക്കാണ്. നാളെ റബ്ബിനെ കണ്ടുമുട്ടും എന്നുറപ്പുള്ള വിശ്വാസികൾ പറയുന്ന വാക്കുണ്ട്, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയ വലിയ സൈന്യങ്ങളെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു മഅസ്സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. തഖ്വയുണ്ടാവുക, മറ്റൊന്നാണ് ക്ഷമയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെ ഉണ്ടാവും. ഏറെ ഇസ്ലാമിൽ ദീനിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്വഭാവവിശേഷണമാണത്, ക്ഷമ. നമുക്കറിയാം, ഒരു നന്മ ചെയ്യണമെങ്കിൽ, ഒരു 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. മനസ്സ് പലതും പറയും, അവിടെ തന്നെ ഉറങ്ങിക്കോന്ന് പറയും, അപ്പോഴും നീച്ച് വരാൻ, എഴുന്നേൽക്കാൻ, ആ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ നല്ല ക്ഷമ വേണം. തിന്മ കാണുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നല്ല ക്ഷമ വേണം. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, മനുഷ്യന്മാരെ പൊതുവിൽ എല്ലാവരെയും നല്ലോണം പരീക്ഷിക്കും. ശാരീരികമായി പ്രയാസമുണ്ടാവും, കുടുംബത്തിൽ പ്രയാസമുണ്ടാവും, മക്കളിൽ പ്രയാസമുണ്ടാവും, സമ്പത്തിൽ പ്രയാസമുണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങളെ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലുമൊക്കെ നഷ്ടം വരുത്തിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമയുള്ളവർക്ക് ആണ് സന്തോഷ വാർത്ത, ക്ഷമയുള്ളവരെ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇത്തരം വിശേഷണങ്ങൾ ഈമാനാണ്, തഖ്വയാണ്, ക്ഷമയാണ്, മറ്റൊന്ന് ഇഹ്സാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇഹ്സാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹുവിൻ സൂക്ഷിക്കുകയും ഇഹ്സാൻ ചെയ്യുന്നവരും ആരാണോ, ഇഹ്സാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റബ്ബ് പഠിപ്പിച്ചു തന്ന ഈ ദീന് അത് അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിലൊക്കെ ഒരു പൂർണ്ണത വരുത്തുക, എല്ലാം നല്ല രൂപത്തിൽ ചെയ്യാം. അതിപ്പോ ഒരു 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും, 2 പേജ് ഓടുകയാണെങ്കിലും, ആരെങ്കിലും സഹായിക്കുകയാണെങ്കിലും അതിലൊക്കെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക. ആർക്കോ വേണ്ടി എന്ന രൂപത്തിലല്ല, പൂർണ്ണത വരുത്തുക. നമ്മുടെ സ്വഭാവത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അതാണ് ഇഹ്സാൻ. അത്തരക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശേഷണങ്ങൾ നല്ല ഈമാനുള്ള, തഖ്വയുള്ള, ക്ഷമയുള്ള, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അത്തരക്കാരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. നമുക്ക് ദുനിയാവിൽ തന്നെ ജീവിതം സ്വദിക്കാനുള്ള ഒരു മാർഗമാണത്. ഒരിക്കലും തന്നെ ഇതിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവരുത്. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ഇതൊക്കെ റബ്ബിൽ നിന്നുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമ്മൾ
ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.